നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി മേഖല ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയുടെ സ്റ്റോപ്പേജ് പോയിന്റ് നമ്മുടെ കൈകളിലായിരിക്കണം, അത് അടച്ചിരിക്കണം. മറ്റേതൊരു ക്രമീകരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സൈനികവൽക്കരണം ഉറപ്പാക്കില്ലെന്ന് വ്യക്തമാണെന്ന് നെതന്യാഹു വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു. ഒക്ടോബർ 7 അതിർത്തി കടന്ന യുദ്ധത്തിന് തുടക്കമിട്ട പലസ്തീൻ തീവ്രവാദി സംഘം നടത്തിയ കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ആവർത്തിക്കാതിരിക്കാൻ ഗാസയിലെ ഹമാസിനെ നശിപ്പിക്കാനും പ്രദേശത്തെ സൈനികവൽക്കരിക്കാനും വിഘടനവൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നതായി ഇസ്രയേൽ പറഞ്ഞു. യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയാണ്. വിജയം കൈവരിക്കാൻ സമയം വേണ്ടിവരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ ദിവസേനയുള്ള വെടിവെപ്പിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള അപൂർവ ഭീഷണിയെക്കുറിച്ചും നെതന്യാഹു സൂചന നൽകി. ഹിസ്ബുള്ള യുദ്ധം വിപുലീകരിക്കുകയാണെങ്കിൽ അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രഹരം നേരിടേണ്ടി വരും. അതുപോലെ ഇറാനുമെന്നും നെതന്യാഹു പറഞ്ഞു. അതിനിടെ പുതിയ അടിയന്തര ആയുധ വിൽപ്പനയ്ക്കുള്ള അംഗീകാരം, ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN സുരക്ഷാ കൗൺസിൽ പ്രമേയം തടയൽ എന്നിവ ഉൾപ്പെടെയുള്ള തുടർച്ചയായ പിന്തുണയ്ക്ക് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഹമാസിന്റെ വിജയമാണെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. ഇത് ബൈഡൻ ഭരണകൂടം പങ്കിട്ട ഒരു നിലപാടാണ്. എന്നാൽ പലസ്തീൻ സിവിലിയന്മാർക്ക് ദോഷം ചെയ്യാതിരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. അതിനിടെ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ കര ആക്രമണം വിപുലീകരിച്ചതോടെ 10,000-കണക്കിന് പലസ്തീനികൾ ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റാഫ നഗരത്തിലേക്ക് ഒഴുകിയെത്തി. 1000-കണക്കിന് കൂടാരങ്ങളും താൽക്കാലിക കുടിലുകളും റാഫയുടെ പ്രാന്തപ്രദേശത്ത് UN വെയർഹൌസുകൾക്ക് സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. നാടുവിട്ട ആളുകൾ കാൽനടയായോ ട്രക്കുകളിലും അതുപോലെ തന്നെ വണ്ടികളിലും മെത്തകൾ നിരത്തി റാഫയിലെത്തി. തടിച്ചുകൂടിയ ഷെൽട്ടറുകളിൽ ഇടം കിട്ടാത്തവർ വഴിയോരങ്ങളിൽ ടെന്റുകളിട്ടു. അതേസമയം ബന്ദി കൈമാറ്റ ചർച്ച സംബന്ധിച്ച പുതിയ നിർദ്ദേശം ഇന്ന് ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. പുതിയ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് ഇനിയും വ്യക്തമല്ല. ഗാസയിൽ നിന്ന് ഇസ്രയേൽ ഉടൻ പിൻവാങ്ങുമെന്ന ഹമാസ് കണക്കുകൂട്ടൽ നടപ്പില്ലെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ഖാൻ യൂനിസിൽ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ സൈന്യം. ടാങ്കുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് പുറമെ വ്യോമാക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്നലെ ഒരു മേജർ ഉൾപ്പെടെ 2 സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മധ്യ ഗാസയിലെ നുസൈറത്തിലും അതുപോലെ രൂക്ഷമായ ബോംബാക്രമണമാണ് തുടരുന്നത്. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങളിൽ ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. തെക്കൻ ലെബനാനിലും സിറിയയിലും ഇസ്രയേൽ തുടരുന്ന ആക്രമണം സംഘർഷം വ്യാപിച്ചേക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ സിറിയയിൽ 19 പോരാളികൾ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ മറ്റൊരു കപ്പലിന് നേരെ ആക്രമണം നടന്നതായി ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ അതോറിറ്റി വെളിപ്പെടുത്തി. തെക്കൻ ഗാസയിലെ കൂട്ട ഒഴിപ്പിക്കലിനെ തുടർന്ന് പ്രദേശത്ത് രോഗവ്യാപന ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണെന്ന് UN ഏജൻസികളുടെ മുന്നറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിലെ അഭയ കേന്ദ്രങ്ങൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മരുന്നുകൾക്കും ക്ഷാമം നേരിടുന്നുണ്ട്. ആശുപത്രികളിലും താങ്ങാനാവുന്നതിലധികം രോഗികളുണ്ട്. ഗാസയിലെ പകർച്ചവ്യാധി ഭീഷണിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.